പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ ഭൂമിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ വന്നു നിൽക്കാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ന ജോൺസൺ. ഞാൻ കൂത്താട്ടുകുളം ഹോളി ഫാമിലി ഫൊറാന ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 സെപ്റ്റംബർ 17-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് 2021 യൂട്യൂബിലൂടെയാണ്. ഞാൻ സ്ഥിരമായി ലീവിന് വരുമ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുമായിരുന്നു. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ 2024 ഓഗസ്റ്റിൽ ബഹ്റിനിൽ നിന്ന് ജോലി നിർത്തി നാട്ടിൽ വന്നു. ന്യൂസിലാൻഡിൽ പോയി അവിടുത്തെ ക്യാപ് കോഴ്സ് കഴിഞ്ഞ് ലൈസൻസ് എടുത്തു. 4 മാസം അവിടെ നിന്ന് ജോലി നോക്കി. അവിടെ നിന്ന് ജോലി കിട്ടിയില്ല. ഞാൻ ഓസ്ട്രേലിയ ലൈസൻസ് എടുത്തു. തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് 2 മാസത്തോളം ഞാൻ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാം റിജക്ഷൻസ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ്, കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന 2 ഫ്രണ്ട്സ് പറയുമായിരുന്നു, നീ ഉടമ്പടി എടുക്ക്. അപ്പോൾ ഈ ഉടമ്പടിയുടെ ക്രമങ്ങൾ കൃത്യമായി പാലിച്ചു പോകാനുള്ള മടി കൊണ്ട് ഞാൻ ഉടമ്പടി ഇപ്പോൾ എടുക്കുന്നില്ല, അല്ലാതെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞിരുന്നു. പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ഞാനൊരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്കത് പ്രത്യേക സാഹചര്യങ്ങളാൽ പാലിച്ചു പോകാൻ പറ്റിയില്ല. അതെൻ്റെ തെറ്റാണ്. അങ്ങനെ എന്നെക്കൊണ്ട് എൻ്റെ മെറിറ്റിൽ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ 2025 സെപ്റ്റംബർ 17-ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആ സമയത്ത് ബഹ്റിൻ്റെ ഇൻ്റർവ്യൂ പാസ്സായിരിക്കുമായിരുന്നു, കുവൈറ്റിൻ്റെ ഇൻ്റർവ്യൂ പാസ്സായിരിക്കുമായിരുന്നു. ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഉടമ്പടിയിലേക്ക് അമ്മ എന്നെ നയിക്കുന്നതാണ്, ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയിൽ എല്ലാ ഇത് ഞാൻ പാലിക്കുമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതായത് എനിക്കൊരു ക്ഷമാസഹനം ഒന്നുമില്ലായിരുന്നു. ഉടമ്പടിയുടെ ക്രമങ്ങളെല്ലാം പാലിക്കുമ്പോഴും ഞാൻ വഴക്കിടാറുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും ക്ഷമയില്ലാത്തൊരു സ്വഭാവമായിരുന്നു എൻ്റേത്. അങ്ങനെ ഉടമ്പടിയിൽ പിന്നെ ഒരു കാര്യം, എൻ്റെ ചേച്ചിയായിട്ട് ഞാനൊരു പിണക്കത്തിലായിരുന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ധ്യാനത്തിലൂടെ നമ്മൾ ആരോടെങ്കിലും വഴക്കിട്ടോ പിണങ്ങി ഇരുന്നെങ്കിൽ അത് മാറ്റണം, എങ്കിലേ ഉടമ്പടി പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു ജോലി കിട്ടി ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ചേച്ചിയോട് മിണ്ടും, അതുവരെ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞു. പക്ഷേ അതെൻ്റെ തെറ്റായൊരു തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 3 മാസത്തെ ഉടമ്പടി കാലയളവ് കഴിഞ്ഞു. അപ്പം നാട്ടുകാരൊക്കെ ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ട് നിനക്ക് ജോലി കിട്ടിയില്ലല്ലേ എന്ന് പറയുന്നവരോട് ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ജോലി കിട്ടാത്തത് മാതാവിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ഞാൻ ശരിക്കും ചെയ്യാത്തത് കൊണ്ടായിരിക്കും മാതാവ് എനിക്ക് തരാത്തത്. അങ്ങനെ ഉടമ്പടി പുതുക്കാനായിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ നാട്ടിലെ സാഹചര്യത്തിൽ ജോലിയില്ല, പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ ശരിക്കും ഉടമ്പടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിട്ട് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി പൊക്കോളാമെന്ന് മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ഒരു 1.5 മാസക്കാലം ഞാൻ ഉടമ്പടി പുതുക്കാതെ നടന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, അൽഫോൻസ എന്നാണ് പേര്, ചേച്ചി എന്നെ രാത്രി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഉടമ്പടി പുതുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എൻ്റെ സാഹചര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, സാരമില്ല, അങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ വരും, നീ ക്ഷമിക്ക്, നീ ഉടമ്പടി പുതുക്ക്, മാതാവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഒരുപാട് വിഷമം വന്ന് ഞാൻ കരഞ്ഞ് മാതാവിനോട് സോറി പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റവും അടുത്ത ദിവസം വന്ന് ഉടമ്പടി പുതുക്കിയേക്കാം, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി കിടന്നുറങ്ങി എണീക്കുന്ന രാവിലെ 5:30 അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയത്ത് എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ചേച്ചിയുടെ കൂടെ ചേച്ചിക്ക് ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാപനത്തിൽ ഓസ്ട്രേലിയയിൽ ജോലി വേക്കൻസി ഉണ്ട്, നീ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്തു. ലിങ്ക് കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ അതിൽ കിട്ടി. അങ്ങനെ ആ ജോലി ഏകദേശം സെലക്ട് ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്ന ദിവസത്തിൻ്റെ തലേന്ന് എൻ്റെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിയൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട്, നീ ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, അമ്മേ, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, എങ്കിൽ ശരി, നീ പോയിക്കോ,
വേറൊരു ദിവസം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി അമ്മ ഉദ്ദേശിക്കുന്നത് ഞാൻ ചേച്ചിയായിട്ടുള്ള പിണക്കം മാറ്റിയിട്ട് കൃപാസനത്തിൽ വരാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ കൃപാസനത്തിൽ അന്ന് വരാതെ ചേച്ചിയുടെ അടുത്ത് പോയി സംസാരിച്ച് പ്രംഗങ്ങളെല്ലാം മാറ്റി ഏറ്റവും അടുത്ത ദിവസം വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഫെബ്രുവരി 16 ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഇന്ന് ഏപ്രിൽ 24 ആയതേ ഉള്ളൂ. ഈ 2 മാസം കൊണ്ട് എൻ്റെ ഓഫർ ലെറ്റർ വന്നു, മെഡിക്കൽ കഴിഞ്ഞു, ഇന്നലെ എൻ്റെ വിസ വന്നു ഓസ്ട്രേലിയക്കുള്ളത്. അപ്പം ഇത്രയും ടൈം ഷോർട്ടനിങ് ചെയ്ത് തന്ന മാതാവിന് 1000 നന്ദി. ഞാൻ ഈ മെഡിക്കൽ ചെയ്തപ്പോഴും ഓഫർ ലെറ്റർ വന്നപ്പോഴും ഒക്കെ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ എൻ്റെ വിസ ഇന്നലെ വന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് ഈ മെഡിക്കൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ മെഡിക്കലിന് പറയുന്ന എല്ലാ ടെസ്റ്റുകളും ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം നോർമലായിരുന്നു. പക്ഷേ മെഡിക്കൽ ചെയ്ത ഹോസ്പിറ്റലിൽ TB ഗോൾഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പോസിറ്റീവായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ അവർ മെഡിക്കലിന് ഫെയിലാക്കി വിസ റിജക്ഷൻ ആവുന്നുള്ള പേടിയായിരുന്നു. ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എനിക്കൊരു ഭയമേ തോന്നിയില്ല. കാരണം ഞാൻ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു ഇതൊന്നും എനിക്ക് പേടിയില്ല, കാരണം ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന ആൾ എൻ്റെ പക്കലുണ്ടെന്ന് ഞാൻ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി പറയുമായിരുന്നു. അങ്ങനെ അതിനൊന്നും ഒരു പ്രശ്നവും വന്നില്ല. ഞങ്ങൾ പോയി കണ്ടപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, വിസയ്ക്ക് കുഴപ്പമില്ല, അവരൊരു ഫോം ഫില്ല് ചെയ്യാൻ തരും, അത് ഫില്ല് ചെയ്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ വിസ ആവുന്നതിന് തൊട്ട് മുന്നേ അവരെനിക്ക് ആ ഫോം അയച്ചു, അത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിന് പ്രശ്നമൊന്നും വന്നില്ല. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, മൂന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബഹ്റിൻ PCC വേണമായിരുന്നു വിസയ്ക്ക്. അപ്പം ഞങ്ങൾ അവിടെ ഗൾഫിലൊക്കെ ഈ ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യണം. അപ്പം ഞാനത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് PCC കിട്ടി. എനിക്ക് 2 പ്രാവശ്യം PCC കിട്ടി. ആദ്യം തന്നത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കായിരുന്നു, രണ്ടാമതും കിട്ടി 2 ആഴ്ചയ്ക്കുള്ളിൽ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യാത്തത് കൊണ്ട് അത് കിട്ടുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ നാട്ടിലൊരു ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്ടിനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കണ്ട് അദ്ദേഹത്തെ കൊണ്ടാണ് ഫോമെല്ലാം ഫില്ല് ചെയ്യിപ്പിച്ചത്. അത് വെച്ച് അയച്ചിട്ട് 1 മാസമായിട്ട് ആവുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുവാണ് ഒന്നോടെ അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഒന്നോടെ അപ്ലൈ ചെയ്തു. എന്നിട്ടും 1 ആഴ്ച കഴിഞ്ഞിട്ട് ആവുന്നില്ല. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 12-ാം തീയതി മാതാവേ എനിക്ക് തരണേ, കാരണം 1.5 മാസമായി നമ്മൾ ഈ PCC അവർ ചോദിച്ചിട്ട് ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. 12-ാം തീയതി എനിക്ക് തരണമേന്ന് പ്രാർത്ഥിച്ചു. 12-ാം തീയതി തന്നെ മാതാവ് എനിക്കത് അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ അത് ആ PCC ഞങ്ങൾക്ക് കിട്ടി. ഇത്രത്തോളം ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത് പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഈ പത്രം കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം അവർക്ക്, നടക്കാത്തൊരു കാര്യം അവർക്ക് നടക്കണേ, എന്തുകൊണ്ടാണിത് നടന്നതെന്ന് അവർ ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ പത്രം കിട്ടിയതുകൊണ്ടായിരിക്കുമോ എന്ന് അവർ ചിന്തിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കും. പിന്നെ ഡെയിലി ബ്രെഡ് ഡെയിലി കൂടാറുണ്ട്. ആത്മീയ വളർച്ചയായിട്ട് ഞാൻ സാധാ ഒരു കുടുംബ പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. വേറെ പ്രത്യേകിച്ച് കൊന്തയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് വിഭാഗത്തിൽ ജനിച്ചതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് മാറിയത്. അപ്പോൾ എനിക്ക് കൊന്തയൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ആത്മീയ വളർച്ചയിൽ എനിക്ക് കൊന്ത വന്നു. കൊന്ത ഞാൻ ഡെയിലി ചൊല്ലുമായിരുന്നു, ബൈബിൾ ഡെയിലി വായിക്കും, എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്ക് പണം നൽകിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് പറ്റുന്ന രീതിയിൽ പണം നൽകിയിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലെ സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വചനമാണ്. 10 മാസം ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് ആദ്യത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഓസ്ട്രേലിയക്കുള്ള RN കിട്ടുകയും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളിലും ഈശോയും അമ്മയും ഇടപെടുന്നതായിട്ടാണ് ഈ മകള് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. കൃപാസനത്തിൽ വരാൻ തീരുമാനിച്ച ആ ദിവസം തന്നെയാണ് അമ്മ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത് സഹോദരിയുമായിട്ട് രമ്യപ്പെടുവാനും പിന്നെ ഇവിടെ വന്ന് നല്ല മനസ്സോടെ ഒരു നല്ല ഉടമ്പടി പുതുക്കുവാനും സാധിക്കുകയും പിന്നീട് എല്ലാ കാര്യത്തിലും ഈശോയും അമ്മയും ഇടപെടുകയുമാണ്.
മെഡിക്കലിന് പോയപ്പോഴും ഭയമില്ലാതെ പോകാൻ സാധിച്ചത് ഉടമ്പടിയിലുള്ള ആ വിശ്വാസം, ഉറച്ച വിശ്വാസം. ആദ്യമൊക്കെ വിശ്വാസമില്ലാത്തൊരു വിശ്വാസവും പിന്നീട് നല്ലൊരു ഉറച്ച വിശ്വാസത്തിലേക്ക് വരികയും ഹസ്ബൻഡിന് ഭയമുണ്ടെങ്കിലും ഭാര്യയ്ക്ക് ഭയമില്ലാതെ ഒരു കുഴപ്പവുമില്ലാതെ ഈശോയും അമ്മയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മെഡിക്കലും എല്ലാ ടെസ്റ്റും പാസ്സാകാൻ സാധിക്കുകയും ചെയ്ത് ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മയ്ക്ക് നന്ദി പറയുവാൻ വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിജയമുണ്ടെങ്കിൽ സ്നേഹം, പരാജയമാണെങ്കിൽ അകലമാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെങ്കിൽ ദൈവസ്നേഹം ഒരു സാഹചര്യത്തിലും മാറാത്ത ഒരു സ്നേഹമാണ്. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും വീണാലും തളർന്നാലും നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, പക്ഷെ നമ്മുടെ വിശ്വസ്തതയും വിശ്വാസത്തെയും അനുസരിച്ചാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന നമുക്കിന്ന് സമർപ്പിക്കാം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ അചഞ്ചലമായ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ നാം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോസ്ന ജോൺസന് കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.